ഈ അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് വരും എന്ന് കേൾക്കുന്നുണ്ട് ആന്റണിക്ക് വേണ്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം വേറെ, ഇതൊക്കെ ഞാൻ ആരും കേട്ടിട്ടില്ല. അപ്പം അദ്ദേഹം ആരോടും പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഇപ്പം അത് ഈ വിഷയത്തിനെ കുറിച്ചല്ല, ഞാൻ മറ്റൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ ശ്രീ ആന്റണി കേരളത്തിൽ 20 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 20 സ്ഥാനാർത്ഥികളിൽ വെറും ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ദേശദ്രോഹമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ഇദ്ദേഹമാണ്. ഇനി കോൺഗ്രസ്സുകാരുടെ സ്വഭാവം വെച്ച് ഇനിയും ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പം ചെറിയ കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു 30-40 വർഷമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ക്രോസ് ബോർഡർ ടെററിസമാണ്. ഒരു വിഷയമായിരുന്നു. പഞ്ചാബിൽ ഒരുപാട് നാൾ വിഷയമായിരുന്നു, കാശ്മീരിൽ ഒരുപാട് നാൾ വിഷയമായിരുന്നു. ഇന്ന് ഈ പുൽവാമ ആക്രമണത്തിൻ്റെ പിന്നിലും ഇവർക്ക് പങ്കൊന്നുള്ള കാര്യത്തിൽ അവരുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെയൊരു വിഷയത്തിൽ ഇദ്ദേഹം ചില ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം പോലും ഈ തീവ്രവാദികൾക്കെതിരാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. കാര്യം എനിക്ക് അവരുടെ ഇടയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ചില തീവ്ര ചിന്താഗതിയുള്ള വോട്ടുകൾക്ക് വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ മനോഭാവമുള്ള രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനെ വെള്ളപൂശിയൊരു സ്ഥാനാർത്ഥിയാണ് ഈ ആന്റണി. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഭടന്മാരെ, നമ്മുടെ ആർമി മെമ്പേഴ്സ്, നമ്മുടെ ആൻറ്റി ടെററിസം മെമ്പേഴ്സ്, നമ്മുടെ സൈന്യത്തെ അവഹേളിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീ ആന്റണി. ഈ ശ്രീ ആന്റണിക്ക് വേണ്ടി എൻ്റെ ഉറച്ച വിശ്വാസം, ഇന്ത്യയിൽ ദേശസ്നേഹിയായ ഒരു വ്യക്തിയും ക്യാമ്പയിനിങ്ങിന് വരില്ല, ഇവിടെ പ്രചരണത്തിന് വരില്ല, ഇവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഈ പത്തനംതിട്ടയിലെ ദേശസ്നേഹികളെല്ലാവരും കൂടെ അദ്ദേഹത്തിന് ദയനീയമായിട്ടുള്ള ഒരു പരാജയമാണ് സമ്മാനിക്കാൻ പോകുന്നത്.